ശ്രീ തോമസ് ഉണ്ണിയാടൻ 4 മിനിറ്റ്. സാർ, ശ്രീ എം വിൻസെൻ്റ് അവതരിപ്പിച്ച നന്ദിപ്രമേയത്തെ ഞാൻ അനുകൂലിക്കുകയാണ് സാർ. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമെന്ന് വിശേഷിപ്പിക്കാവുന്ന 102 സീറ്റുകളുമായി ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ലളിതമായ ഭാഷയിൽ അഭിനന്ദിക്കാനുള്ള ഒരു മനോഭാവം എൻ്റെ പ്രിയപ്പെട്ട ഇടതുപക്ഷ സഹോദരൻ കാണിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഓരോ സന്ദർഭത്തിലും അവർ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങൾ ജനങ്ങളെ പുച്ഛിക്കുന്ന നിലയിലുള്ള പ്രശ്നങ്ങളാണ് നടത്തുന്നത്. അതാണ് അവർക്ക് കിട്ടിയ ഇതിനുള്ള ഏറ്റവും വലിയ മറുപടി. സർ, കഴിഞ്ഞ നിയമസഭയിൽ 99 അംഗങ്ങളുമായി ആദ്യം 100 അംഗങ്ങളുണ്ടായിരുന്നു, പിന്നെ 99 ആയി. അതെങ്ങനെ സാർ 35 കുറഞ്ഞു സാർ? സാർ, ഐക്യ ജനാധിപത്യത്തിന് 41-ൽ നിന്ന് 102-ലേക്കാണ് സാർ പ്രവേശിച്ചത്. സാർ, ഇത് കേരളത്തിലെ ജനങ്ങൾ എത്രയോ പ്രബുദ്ധരാണെന്നും എത്ര ജനാധിപത്യ ബോധമുള്ള ആളുകളാണെന്നും തെളിയിക്കുന്ന ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് സാർ കാണേണ്ടതായിട്ടുണ്ട്. സാർ, ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ കേരളത്തിൽ സാർ 2,14,36,840 ആളുകൾ വോട്ട് ചെയ്തപ്പോൾ 1,51,695 വോട്ടുകൾ നേടിയാണ് സാർ ടീം UDF അധികാരത്തിലേക്ക് വന്നത്. സാർ, അത് 140 സീറ്റുകളിലും 140 സീറ്റുകൾ 102 സീറ്റ് നേടി 46.89 വോട്ട് നേടി UDF അധികാരത്തിലേക്ക് വന്നിരിക്കുകയാണ് സാർ. സാർ, ജനങ്ങളുടെ ഇടയ്ക്കിടയിലേക്ക് ടീം UDF അന്നത്തെ പ്രതിപക്ഷ നേതാവായ UDF ചെയർമാനായ ശ്രീ VD സതീഷ് നേതൃത്വത്തിൽ ടീം UDF ഒറ്റക്കെട്ടായി നിന്ന് പറഞ്ഞു. അത് കേരളം ആഗ്രഹിച്ച കാര്യങ്ങളാണ്, ജനങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ. ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഇത് നടപ്പിലാക്കാൻ, ഇത് അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു ടീമാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയുണ്ടായി. സർ, അതനുസരിച്ച് അവർ ഗവൺമെൻറ് അധികാരത്തിൽ കൊണ്ടുവന്നു. UDFനെ അധികാരത്തിലേക്ക് വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി നടപ്പിലാക്കുന്ന പോകുന്ന പ്രസംഗമാണ് ഗവർണർ പ്രസംഗത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. ഈ കാര്യത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ മണ്ണും ജലവും പ്രകൃതിയും ആകാശവും എല്ലാത്തിനെയും സംരക്ഷിച്ചുകൊണ്ട് സംയോജിപ്പിച്ചുകൊണ്ട് ഒരു സമഗ്രമായ വികസന പദ്ധതിയാണ് സാർ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുന്നിലേക്ക് വെച്ചിട്ടുള്ളത്. സാർ, 600 കിലോമീറ്റർ അധികം ദൈർഘ്യമുള്ള തീരപ്രദേശവും 44 നദികളും 34 തടാകങ്ങളും 4 രാജ്യാന്തര വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും എല്ലാം ചേർത്തുള്ള സംയോജന വികസന പദ്ധതിയാണ് സാർ ഈ ഗവൺമെൻറ് നടപ്പിലാക്കാനായി പോകുന്നത്. വ്യോമയാന മേഖലയെ സമഗ്രമായി വികസിപ്പിച്ച് ദക്ഷിണേന്ത്യയിലെ വ്യോമയാന കേന്ദ്രമാക്കി കേരളത്തെ മാറ്റുന്നതാണ് സാർ ഈ നയപ്രഖ്യാപനം. സാർ, വെല്ലുവിളി നേരിടുന്ന കാർഷിക മേഖലയ്ക്ക് അധിക പ്രാധാന്യം നൽകി നെല്ല്, തെങ്ങ്, റബ്ബർ തുടങ്ങിയ കാർഷിക മേഖലയെ അത് ഏറ്റവും പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് സാർ ഇതിൽ വന്നിട്ടുള്ളത്. സാർ, നമുക്കറിയാം വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം എത്രയോ വലിയ പ്രശ്നങ്ങളും വേദനകളുമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. സാർ, അതിനൊക്കെ തന്നെ ഒരു ശാശ്വത പരിഹാരം ഈ കേരള ജനത ആഗ്രഹിക്കുകയാണ്. അതിനുള്ള വലിയ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ്റിന് സാർ ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. സാർ, ഇതുപോലെ ഞാൻ വരുന്നത് ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിൽ നിന്നാണ്. ആ നിയോജകമണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ആരാണ് പരാജയപ്പെട്ടത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് വ്യക്തമായ കാഴ്ചപ്പാട് ഈ സർക്കാരിനുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖല എപ്പോഴും അതിൻ്റേതായിട്ട് നിലയിലേക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആ മേഖല അതിശക്തമായി പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുകയാണ്. അതുപോലെ സഹകരണ മേഖലയായാലും മറ്റ് വ്യത്യസ്ത മേഖലയായാലും വലിയ നിലയിലുള്ള മുന്നേറ്റവുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ നയപ്രഖ്യാപന പ്രസംഗങ്ങൾ ഞാൻ അഭിനന്ദിക്കുന്നു. ഞാൻ ഈ നയപ്രഖ്യാപനത്തിൽ അവതരിപ്പിച്ച നന്ദി പ്രമേയത്തെ ഒരിക്കൽ കൂടി പിന്താങ്ങുന്നു.